നമസ്കാരം, നളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വിളയൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവന്നിരുന്ന വിളയോളം ഗ്രാമോത്സവം സമാപിച്ചു. സമാപന പൊതുയോഗം മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. വിളയൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിളയോളം എന്ന പേരിൽ നടത്തിവന്നിരുന്ന ഗ്രാമോത്സവത്തിനാണ് സമാപനമായത്. കരിങ്കനാട് വെച്ചാണ് ഗ്രാമോത്സവം ഒരുക്കിയത്. സമാപന പൊതുയോഗം മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാ വിഭാഗം ആളുകളിലേക്കും എല്ലാ പ്രദേശങ്ങളിലേക്കും ജനങ്ങൾ ആഗ്രഹിക്കുന്ന അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് വികസനമെത്തിക്കുക എന്ന പ്രവർത്തനമാണ്. അത് ഏറ്റവും മികച്ച രീതിയിൽ വളരെ ജനകീയമായിക്കൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിച്ച് ഭരണസമിതി അംഗങ്ങൾ നിലകൊണ്ടുകൊണ്ട് എല്ലാവരിലേക്കും വികസനമെത്തിക്കുന്നതിനൊരു മാതൃകയാണ് വിളയൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ മികച്ച രീതിയിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ പഞ്ചായത്തിന്റെ അകത്ത് ആളുകൾ അനുഭവിക്കുന്ന പല വെല്ലുവിളികളെയും നേരിട്ട് അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതിൽ ഏറ്റവും മികച്ച പ്രവർത്തനമാണ് ഈ ഭരണസമിതി കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെയും ജനകീയമായ പ്രവർത്തനങ്ങളുടെയും പരിണിത ഫലമായിട്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് സ്വരാജ് ട്രോഫി ലഭ്യമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അംഗൻവാടികൾ വളരെ മികച്ച രീതിയിലുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. മുൻ MLA CP മുഹമ്മദ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP നൌഫൽ, AK ഉണ്ണികൃഷ്ണൻ, രാജീവ് മണികണ്ഠൻ, T ഷാജി, BS ശ്രീരേഖ, T ഗോപാലകൃഷ്ണൻ, നീലടി സുധാകരൻ, മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്ത് സംസാരിച്ചു. ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചാലിശ്ശേരിയിൽ ഗ്രാമീണ സാഹിത്യോത്സവം സംഘടിപ്പിക്കുമെന്ന് ചൈതന്യ ലൈബ്രറി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോഴിക്കോട് ഹരിതം ബുക്സുമായി സഹകരിച്ചാണ് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ലിറ്റററി ഫെസ്റ്റ് നടത്തുന്നത്. ചാലിശ്ശേരി മേഖലയിലെ മുഴുവൻ എഴുത്തുകാരുടെയും കൂട്ടായ്മ രൂപീകരിക്കുന്നതിനും പുതിയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള സംരംഭമാണിതെന്ന് സംഘാടകർ പറഞ്ഞു. ഇതോടൊപ്പം ചാലിശ്ശേരിയുടെ അഭിമാനമായ പ്രശസ്ത നിയമജ്ഞൻ പാളൂർ പരമേശ്വരനെയും നിരവധി സാഹിത്യ പുരസ്കാരങ്ങൾ നേടിയ അക്ബർ ആലിക്കരയെയും ആദരിക്കും. ഒക്ടോബർ 2 വ്യാഴാഴ്ച പകൽ 3 മണിക്ക് ചാലിശ്ശേരി മെയിൻ റോഡിൽ കടവാരത്ത് കോംപ്ലക്സിൽ നടക്കുന്ന റൂറൽ ലിറ്റററി ഫെസ്റ്റ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. ലൈബ്രറി കൗൺസിൽ പട്ടാമ്പി താലൂക്ക് സെക്രട്ടറി T സത്യനാഥൻ മാസ്റ്റർ, തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികളായ ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ, EK മണികണ്ഠൻ, KK പ്രഭാകരൻ, അക്ബർ ആലിക്കര എന്നിവർ അറിയിച്ചു. അപ്പോൾ ഒരു വായനശാല എന്നുള്ള നിലയ്ക്ക് അങ്ങനെയുള്ള എഴുത്തുകാരുടെ കൂട്ടായ്മ സൃഷ്ടിക്കുകയും ആ എഴുത്തുകാർക്ക് വേണ്ടതായിരിക്കുന്ന പിന്തുണ, അവരുടെ പുസ്തകങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ അത് നാട്ടിൽ തന്നെ നടത്തുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഒരു റൂറൽ ലിറ്റററി ഫെസ്റ്റ് നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടിയിൽ അന്ന് അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് അവറുകളാണ്. അതേമാതിരി എല്ലാ ഗ്രന്ഥശാലയുടെ ചാലിശ്ശേരി പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഗ്രന്ഥശാലയുടെയും അതിൻ്റെ ഭാരവാഹികളും മറ്റ് പ്രവർത്തകരും എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നതാണ്. പട്ടാമ്പി ലെജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇന്റർനാഷണൽ സൈൻ ലാംഗ്വേജ് ദിനാചരണം സംഘടിപ്പിച്ചു. പട്ടാമ്പി ലെജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജും നാഷണൽ ഡെഫ് ഫാമിലി കെയറിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഇന്റർനാഷണൽ സൈൻ ലാംഗ്വേജ് ദിനാചരണം സംഘടിപ്പിച്ചത്. സംസാരശേഷിയില്ലാത്ത വിഭാഗം ആളുകളെ സൈൻ ലാംഗ്വേജ് ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ ഭാഷ അറിയാത്തതുകൊണ്ട് സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഇവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും നാഷണൽ ഫാമിലി കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ TP അക്ബർ സൂചിപ്പിച്ചു. ഇന്റർനാഷണൽ സൈൻ ലാംഗ്വേജ് ഡേ കൊണ്ട് ഇതാണ് നമ്മുടെ ലെജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഇവരിൽ ചില ആളുകൾ വന്ന് ഇത്തരത്തിൽ ഈ ഭാഷയെ കൈമാറുകയാണ്. നിങ്ങൾക്ക് ഇതിനെ പഠിക്കാൻ ഒരു സൗകര്യം, കാരണം നമുക്ക് ഇതൊക്കെ ഒരു അത്ഭുതമായിട്ടല്ലേ തോന്നാറുള്ളത്, അല്ലേ? ഇവര് കൈകൊണ്ട് എന്തൊക്കെയാ പറയുന്നത്, അല്ലെ? നമുക്ക് മനസ്സിലാവാറുണ്ടോ?
അല്ലെ? ആ ഈ ഭാഷ മനസ്സിലാവാൻ ആരുണ്ടോ കൂട്ടത്തില്? ഇല്ലല്ലോ. നമുക്കിത് മനസ്സിലാവാറില്ല. കാരണം ഇവര് നമ്മൾ സംസാരിക്കുന്ന അതുപോലെ വള്ളിപ്പുള്ളി തെറ്റാതെ കൃത്യമാക്കിക്കൊണ്ട് ഇവര് ഈ മിണ്ടാമയ്യാത്ത ആളുകൾ സംസാരിക്കുന്നുണ്ട്. അത് കൈകൊണ്ട്. സൈൻ ലാംഗ്വേജ് ക്ലാസ് അധ്യാപകനായ ഷിജു എടുത്തു. TP അൻവർ, കോളേജ് പ്രിൻസിപ്പൽ ഷാബുദ്ദീൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇങ്ങനെയുള്ള ആളുകളെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളപ്പോ ഈ റേപ്പ് കേസുകൾ, അതുപോലെ തന്നെ മറ്റുള്ളവരെ കളിയാക്കുകയും ചീത്ത പിടിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, ഹറാസ്മെന്റ് ഒക്കെ അറിയാലോ, ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ പീഡിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ, ഡിവോഴ്സ്, വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ഡിവോഴ്സുകൾ വരുന്നുണ്ട്. ആൻഡ് ഇൻലോ അബ്യൂസ്, നിയമത്തില് ഒരുപാട് പ്രശ്നങ്ങൾ ഇവര് അഭിമുഖീകരിക്കുന്നുണ്ട്. പല കാര്യങ്ങളും പറഞ്ഞ് നമ്മളെപ്പോലത്തെ ആളുകൾ ഇവരെ പല കാര്യങ്ങളും അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകൾക്കും വിധേയമാക്കാറുണ്ട്. Barriers to justice. Deaf individuals often want to file complaints with the police or courts, but face significant challenges because the staff in these institutions do not know sign language. പെരിങ്ങോട് കഥകളി പ്രൊമോഷൻ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരളീരവം 2025 എന്ന പേരിൽ കോട്ടയ്ക്കൽ ഗോപി നായർ അനുസ്മരണം സംഘടിപ്പിച്ചു. കോട്ടയ്ക്കൽ PSV നാട്യസംഘത്തിലെ പ്രധാനാചാര്യനും പെരിങ്ങോട് കഥകളി പ്രൊമോഷൻ സൊസൈറ്റിയുടെ രക്ഷാധികാരിയുമായിരുന്ന കോട്ടയ്ക്കൽ ഗോപിനായർ വിട പറഞ്ഞിട്ട് 2 വർഷം പിന്നിടുന്ന വേളയിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. പെരിങ്ങോട് സ്കൂൾ ശതാബ്ദി മന്ദിരത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങ് കോട്ടയ്ക്കൽ ആയുർവേദശാല അഡീഷണൽ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടയ്ക്കൽ ഗോപിനായരുടെ എളിമയായ ജീവിതശൈലിയും ഉയർന്ന നിലവാരമുള്ള ചിന്തകളും പ്രവർത്തന ശൈലിയുമെല്ലാം നാം ഓരോരുത്തരും മാതൃകയാക്കേണ്ടതാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഡോക്ടർ K മുരളീധരൻ സൂചിപ്പിച്ചു. PM നാരായണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രമേശ് വാര്യർ, ഡോക്ടർ P ശ്രീകുമാർ, VT വാസുദേവൻ, ഞായത്ത് ബാലൻ മാസ്റ്റർ, ശ്രീവത്സൻ തീയാടി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കോട്ടയ്ക്കൽ ഗോപിനായരുടെ കഥകളി രംഗത്തെ പ്രവർത്തനങ്ങളെയും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ ഇടപെടലുകളെയും കുറിച്ച് പ്രഭാഷകർ ചടങ്ങിൽ അനുസ്മരിച്ചു. അഡ്വക്കേറ്റ് PM നീലകണ്ഠൻ സ്വാഗതവും T രാജീവ് നന്ദിയും പറഞ്ഞു. തുടർന്ന് കോട്ടയ്ക്കൽ PSV നാട്യസംഘം അവതരിപ്പിച്ച കുചേലവൃത്തം കഥകളിയോടെ പരിപാടികൾ സമാപിച്ചു. ഇസ്രായേൽ ഭീകരതയുടെ ഇരകളാവുന്ന പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് DYFI തൃത്താല ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടനാട് സെന്ററിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. KA പ്രയാൺ അധ്യക്ഷനായി. TP ഷഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി. ആലപ്പറമ്പിൽ നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ച് കൂറ്റനാട് ടൗണിൽ സമാപിച്ചു. ലോകത്താകെ പാലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയുള്ള വലിയ റാലികൾ, വലിയ സമ്മേളനങ്ങൾ, പാലസ്തീൻ ജനതയെ നിഷ്കരുണം കൊന്നൊടുക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇസ്രായേലിൽ പോലും ഇസ്രായേൽ ജനത ഈ ആക്രമണത്തിനെതിരാണ്, യുദ്ധത്തിനെതിരാണ്, ഈ കണ്ണിൽ ചോരയില്ലാത്ത കൂട്ടക്കുരുതിക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിൽ പോലും വലിയ റാലികൾ, 10,000 പങ്കെടുക്കുന്ന പ്രതിഷേധ റാലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നീതീകരണവുമില്ലാത്ത തെമ്മാടിത്തരമാണ് ഇസ്രായേൽ എന്ന ചട്ടമ്പി രാജ്യം അമേരിക്കയുടെ സഹായത്തോടുകൂടി പാലസ്തീനിലെ മനുഷ്യർക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലപ്പുഴയിൽ ലഹരിക്കെതിരെ യുവതയുടെ ഫ്ലാഷ് ലൈറ്റ് മാർച്ചും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. അപ്പംകണ്ടം മഹൽ പ്രൊട്ടക്ഷൻ ടീമിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. വല്ലപ്പുഴ അപ്പംകണ്ടം മഹലിൽ ലഹരിവിമുക്ത പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് മഹൽ പ്രൊട്ടക്ഷൻ ടീമിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ യുവത എന്ന പ്രമേയം ഉയർത്തി ഫ്ലാഷ് ലൈറ്റ് മാർച്ചും ബോധവൽക്കരണവും നടത്തിയത്. നിരവധി പേർ ഫ്ലാഷ് ലൈറ്റ് മാർച്ചിൽ അണിനിരന്നു. ഇത് വേറിട്ട പ്രചരണ പരിപാടി കൂടിയായി. ഐതിഹാസികമായ ഫ്ലാഷ് ലൈറ്റ് മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിലായി മന്ദം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആശീർവദിക്കുക, അഭിനന്ദിക്കുക. ഫ്ലാഷ് ലൈറ്റ് മാർച്ചിനോടനുബന്ധിച്ച് വിമുക്തി കോർഡിനേറ്റർ എക്സൈസ് ഓഫീസർ അബ്ദുറഹിമാൻ സാറ് നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. മുഴുവൻ സഹോദര സഹോദരിമാരെയും അപ്പംകണ്ടം
ചന്ദ്രനിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. മാർച്ചിന് മഹലി പ്രസിഡന്റ് അംസ ഹാജി പി കെ, മുഹമ്മദുണ്ണി ഹാജി, മൂത്തേടത്ത് ഷൗക്കത്ത്, ഹനീഫ എ കെ, ഷെരീഫ്, മോനുപ്പ എ കെ അക്ബർ, കെ മുഹമ്മദ് അലി, എ കെ അലി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന യോഗത്തിൽ മഹലി പ്രസിഡന്റ് അംസ ഹാജി അധ്യക്ഷത വഹിച്ചു. MPT പ്രസിഡന്റ് കല്ലിങ്ങൽ ഹംസ, മഹൽ സെക്രട്ടറി മുഹമ്മദുണ്ണി ഹാജി, സദർ മുഅല്ലി മുഹമ്മദ് അൻവരി എന്നിവർ സംസാരിച്ചു. പാലക്കാട് എക്സൈസിലെ വിമുക്തി കോർഡിനേറ്റർ അബ്ദുറഹ്മാൻ വാഫി ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ഒരു സന്ദർഭം ആടുകളുടെ വെള്ളം തീർന്നാൽ, ആടുകളുടെ ഭക്ഷണം തീർന്നാൽ, ആടുകളുടെ അസുഖമൊന്നും മരുന്ന് ആവശ്യമാണ്. ആടുകളാണ് അർപ്പാവിതാണ് അപകടം. ആളുകൾ ഇവിടെ വെള്ളം കിട്ടണമെങ്കിലും മരുന്ന് കിട്ടണമെങ്കിലും ഭക്ഷണം കിട്ടണമെങ്കിലും അർപ്പാവ് വിചാരിക്കണം. വേറൊരു പുറത്തേക്ക് ഉണ്ടായിട്ടുള്ള രക്ഷിക്കും. അപ്പൊ രക്ഷിക്കും പറയും, രക്ഷിക്കുന്ന നാശനടാവുന്നതായിരിക്കും. ആടുകൾ വെള്ളം തീർന്നിട്ടുണ്ട്, ആടുകളുടെ അസുഖമൊന്നും മരുന്ന് ആവശ്യമുണ്ട്, ആടുകളുടെ ഭക്ഷണം തീർന്ന് രക്ഷിക്കും പറയും. രക്ഷിക്കുന്ന ഭാഷ അർപ്പാവിന് അറിയില്ല. എന്നാലും അടുത്ത ദിവസം വെള്ളം ഭക്ഷണം മരുന്നുകൾ ആടുകളുടെ പ്രശ്നത്തെയും ആടുകൾ അർപ്പാവിൻ്റെതാണ്. നജീബ് പറഞ്ഞത് അർപ്പാവിന് മനസ്സിലായി. അർപ്പാവിന്റെ ഭാഗത്ത് പട്ടാമ്പി വള്ളൂർ ഗുരുതിയൻകാവിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. വള്ളൂർ ഗുരുതിയൻകാവിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നൃത്ത സംഗീതോത്സവം അരങ്ങേറി. जलं प्रवाह पावितस्थले कलेवलम्ब्य लम्बितां भुजङ्गमङ्गमालिकान्तमैकमट्टमट्टमन्निनादवट्टमर्वयं चकारचण्डताण्डवं तनोतु नः शिवं शिवं शिवम् മോനിഷ വിനോദ്, മഞ്ജു പ്രശാന്ത് എന്നിവരുടെ നൃത്താവതരണം ഉണ്ടായി. ഗോപിക, പാർവതി, ആദ്ര എന്നിവരുടെ സംഗീതാർച്ചനയും നടന്നു. കോമളം ആൻഡ് ടീമിന്റെ തിരുവാതിരക്കളിയും അരങ്ങേറി.
അരനൂറ്റാണ്ടുകാലം ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ കോമരമായി ജോലി ചെയ്തിരുന്ന ശിവശങ്കരൻ വെളിച്ചപ്പാടിന് ഗ്രാമം കണ്ണീരോടെ വിട നൽകി. 3 ജില്ലകളുടെയും സംഗമസ്ഥാനമായ ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് ക്ഷേത്രോത്സവത്തിൽ ദേവസ്വം എഴുന്നള്ളിപ്പിന്റെ മുന്നിൽ ദേവീ സാന്നിധ്യം അറിയിച്ച് 50 വർഷക്കാലം വിശ്വാസികൾക്ക് പൂവും മലരും നൽകിയ ദേവീഭക്തനെയാണ് വെളിച്ചപ്പാടിന്റെ വിയോഗത്തോടെ ചാലിശ്ശേരിക്കാർക്ക് നഷ്ടമായത്. മുലയംപറമ്പത്തെ ആഘോഷങ്ങളിൽ ദേവിയുടെ വാളും ചിലമ്പുമണിഞ്ഞ് കോമരത്തിന്റെ അരിയേറും ചിലമ്പുകിട്ടിയ തുള്ളരും ഭക്തരുടെ മനസ്സിലെ മായാത്ത ഓർമ്മയാണ്. ഉത്സവകാലം അടുക്കുന്നതോടെ ചാലിശ്ശേരി, ഒറ്റപ്പിലാവ്, കോക്കൂർ, പട്ടിശ്ശേരി, കൂറ്റനാട് തുടങ്ങി 96 ദേശങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ദേവീഭക്തരുടെ വീടുകളിൽ കാൽനടയായി ചെന്നാണ് ക്ഷേത്രത്തിലേക്കുള്ള വഴിപാട് പറകൾ എടുത്തിരുന്നത്. ഏതാനും മാസങ്ങളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു വെളിച്ചപ്പാട്. പദവിയൊഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിനത്തിലാണ് മരണം അദ്ദേഹത്തെ തേടിയെത്തിയത്. ഞായറാഴ്ച രാവിലെ 6-നാണ് വാളും ചിലമ്പും ദേവീസന്നിധിയിൽ സമർപ്പിച്ച് അദ്ദേഹം പദവിയൊഴിഞ്ഞത്. കഴിഞ്ഞ വർഷം കേന്ദ്ര പുരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇദ്ദേഹത്തിന് പ്രഥമ മുലയംപറമ്പത്തമ്മ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തിരുന്നു. സംസ്കാരം കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6 മണിക്ക് വീട്ടുവളപ്പിൽ നടന്നു. 100 കണക്കിന് നാട്ടുകാരും വിശ്വാസികളും അന്തിമോപചാരം അർപ്പിക്കാനും മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനുമായി അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയിരുന്നു. ചാലിശ്ശേരിയിൽ ഇരുട്ടിൽ ഇര തേടിയിറങ്ങിയ ഈനാം പേച്ചി കൗതുകമായി. ഒടുവിൽ നാട്ടുകാരുടെ കണ്ണിൽപ്പെട്ടതോടെ മണ്ണ് തുരന്ന് മാളമുണ്ടാക്കി രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ചാലിശ്ശേരി സെന്ററിൽ സഹകരണ ബാങ്ക് പരിസരത്ത് നിശാസഞ്ചാരിയായ ഈനാമ്പേച്ചി എത്തിയത്. ഉറുമ്പുതീനി, അളുങ്ക് എന്നിങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഈനാമ്പേച്ചിയുടെ പ്രധാന ഭക്ഷണം ഉറുമ്പുകളും ചിതലുകളുമാണ്. ചാലിശ്ശേരിയിൽ ആദ്യമായാണ് ഇവയെ കാണപ്പെടുന്നത്. ആളുകളുടെ കണ്ണിൽപ്പെട്ടതോടെ ഈനാമ്പേച്ചി തൊട്ടപ്പുറത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് കടന്നു. ഇതിനിടെ നാട്ടുകാർ വനംവകുപ്പിനെ വിവരമറിയിച്ചുവെങ്കിലും ഇവർ എത്തുന്നതിന് മുൻപ് തന്നെ പറമ്പിൽ മണ്ണ് തുരന്ന് മാളമുണ്ടാക്കി ഗേറ്റിന് മറുപുറത്തേക്ക് കടന്ന് ഈനാമ്പേച്ചി രക്ഷപ്പെട്ടു. പ്രദേശത്തെ കാടുകളിൽ നിന്നും ഇരതേടിയെത്തിയതാവാമെന്നാണ് അനുമാനം. രാത്രി മാത്രം പുറത്തിറങ്ങാറുള്ള ഈനാമ്പേച്ചിയെ ആദ്യമായി കണ്ടതിന്റെ കൗതുകത്തിലും ആവേശത്തിലുമാണ് നാട്ടുകാർ. ഇന്ന് ഏറ്റവും കൂടുതൽ വംശനാശ ഭീഷണി നേരിടുന്ന ജന്തുവർഗ്ഗങ്ങളിൽ പ്രധാനിയാണ് ഈനാമ്പേച്ചികൾ. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.